അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ആദ്യം നമ്മൾ ഹഗിയ സോഫിയയെ കുറിച്ച് പറഞ്ഞു. അതൊരു ചരിത്ര സ്മാരകമാണ്. കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്ന ഒരു ചരിത്ര സ്മാരകമായിരുന്നു. അതുപോലെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ എന്ന് പറഞ്ഞു. അതേപോലെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ സവിശേഷമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പണ്ഡിതന്മാരും ഒരുപാട് അമൂല്യ ഗ്രന്ഥങ്ങളും ഉള്ള സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ നേരെ ഇറ്റലിയിലേക്ക് വന്നു. ഇറ്റലിയിൽ അന്നത്തെ ചരിത്രകാരന്മാർ ഇറ്റലിയിലേക്ക് പോകാനുണ്ടായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്ന് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഹ്യൂമനിസം, മാനവികതയെ കുറിച്ച് പറഞ്ഞു. ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഹ്യൂമനിസം. അതായത് മതപരമായ കാര്യങ്ങൾ ഒഴിവാക്കി മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു മാനവികത. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, നവോത്ഥാനം സാഹിത്യത്തിൽ. റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ. പെട്രാർക്ക് വാസ് വൺ ഓഫ് ദ എമിനന്റ് റൈറ്റേഴ്സ് ഓഫ് ദ റിനൈസൻസ് പീരീഡ്. പെട്രാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിന്റെ പിതാവെന്നാണ് പെട്രാർക്കിനെ അറിയപ്പെട്ടിരുന്നത്. ഹു ഈസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്? പെട്രാർക്ക്. പെട്രാർക്ക് ആയിരുന്നു നവോത്ഥാനത്തിന്റെ പിതാവ്. ദ മാഗ്നം ഓപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രട്ടം. മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത് മികച്ച സൃഷ്ടി. അതായത് ഒരു കലാകാരന് ഒരുപാട് രചനകളുണ്ട്, അതിൽ ഏറ്റവും മികച്ച സൃഷ്ടി അതായിരുന്നു സീക്രട്ടം, പെട്രാർക്കിന്റെ സീക്രട്ടം. പെട്രാർക്ക് വാസ് വൺ ഓഫ് ദ എമിനന്റ് റൈറ്റേഴ്സ് ഓഫ് റിനൈസൻസ് പീരീഡ്. നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരനായിരുന്നു പെട്രാർക്ക്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് പെട്രാർക്കിനെ അറിയപ്പെട്ടിരുന്നത്. ദ മാഗ്നം ഓപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രട്ടം. സീക്രട്ടമായിരുന്നു പെട്രാർക്കിന്റെ മുഖ്യകൃതി. ഏറ്റവും മികച്ച സൃഷ്ടി പെട്രാർക്കിന്റെ സീക്രട്ടം ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് സാഹിത്യകാരന്മാരും അവർ രചിച്ച കൃതികളും നോക്കാം. നവോത്ഥാന കാലത്തെ എഴുത്തുകാരും അവരുടെ കൃതികളും ഒക്കെയാണ് ഈ എഴുതിയിരിക്കുന്നത്. പെട്രാർക്ക് നമ്മൾ പറഞ്ഞിരുന്നു നവോത്ഥാനത്തിന്റെ പിതാവാണെന്ന്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച രചനയാണ് സീക്രട്ടം. പിന്നീടുള്ളത് ദാന്തെയുടെ ദ ഡിവൈൻ കോമഡി. ഇറ്റാലിയൻ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു കവിയായിരുന്നു ദാന്തെ. ഈ ഇറ്റാലിയൻ രചനയിൽ ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച ഒരു കൃതിയാണ് ദ ഡിവൈൻ കോമഡി. ഇദ്ദേഹം അതിൽ രാഷ്ട്രീയം, സ്നേഹം, അതേപോലെ ദേശസ്നേഹം ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രതിപാദിച്ചിരുന്നു. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വിപ്ലവത്തിന് കാരണമായ ഒരു കൃതിയാണ് ദ ഡിവൈൻ കോമഡി, ദാന്തെയുടെ ദ ഡിവൈൻ കോമഡി. അടുത്തൊരു എഴുത്തുകാരനാണ് സെർവാന്തയുടെ ഡോൺ കിസോട്ട്. ഇത് മധ്യകാലഘട്ടത്തിലെ അന്നത്തെ യോദ്ധാക്കളുടെ സാഹസങ്ങളെയും അവരുടെ കഥകളെയും അപഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഡോൺ കിസോട്ട്. ഇത് എഴുതിയത് സെർവാന്തെ. അടുത്ത സാഹിത്യകാരനായിരുന്നു എറാസ്മസ്. അദ്ദേഹത്തിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, വിഡ്ഢിത്തത്തിന്റെ സ്തുതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്തെ പോപ്പിനെയും പള്ളിയെയും ഒക്കെ ആക്ഷേപിച്ചെഴുതിയ ഒരു കൃതിയായിരുന്നു ഇൻ പ്രൈസ് ഓഫ് ഫോളി, വിഡ്ഢിത്തത്തിന്റെ സ്തുതി. ഇത്രയും എഴുത്തുകാരാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പെട്രാർക്കിന്റെ സീക്രട്ടം. പെട്രാർക്കായിരുന്നു നവോത്ഥാനത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ മികച്ച കൃതിയായിരുന്നു സീക്രട്ടം. അത് കഴിഞ്ഞ് ദാന്തെയുടെ ദി ഡിവൈൻ കോമഡി. ഇറ്റാലിയൻ നവോത്ഥാന എഴുത്തുകാരനായിരുന്നു ദാന്തെയുടെ മികച്ച കൃതിയാണ് ദ ഡിവൈൻ കോമഡി. ഇദ്ദേഹത്തിന്റെ കൃതികളിൽ സൗന്ദര്യം, ദേശസ്നേഹം, പ്രേമം, രാഷ്ട്രീയം തുടങ്ങിയവ പ്രതിപാദിച്ചിരുന്നു. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ വിപ്ലവത്തിന് കാരണമായി. പിന്നീട് വന്നത് സെർവാന്തസിന്റെ ഡോൺ കിസോട്ടാണ്. ഇതിൽ ഇദ്ദേഹം അന്നത്തെ യോദ്ധാക്കളുടെ സാഹസങ്ങളെ കുറിച്ചൊക്കെ അപഹസിക്കുന്ന രീതിയിലാണ് രചന നടത്തിയിരുന്നത്. പിന്നീട് വന്നത് എറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, വിഡ്ഢിത്തത്തിന്റെ സ്തുതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്തെ പോപ്പിനെയും പള്ളിയെയും ഒക്കെ അപഹസിക്കുന്ന രീതിയിൽ എഴുതിയ ഒരു കൃതിയാണ് എറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, വിഡ്ഢിത്തത്തിന്റെ സ്തുതി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിനൈസൻസ് ഇൻ ആർട്സ്, നവോത്ഥാനം കലയിൽ. ദ റിനൈസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊനൗൺസ്ഡ് ഇൻ പെയിന്റിംഗ്. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിത്രകലയായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിന്റേഴ്സ് ഓഫ് ദ പീരീഡ്. ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഒരു മികച്ച ചിത്രകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. ദ മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആർ ഹിസ് ഫേമസ് പെയിന്റിംഗ്സ്. മൊണാലിസയും ലാസ്റ്റ് സപ്പറും, അവസാനത്തെ അത്താഴവും, ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ മികച്ച പെയിന്റിംഗ്സുകൾ. മൊണാലിസയും
ലാസ്റ്റ് സപ്പറും. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാന പെയിന്റിങ്സ്. ഇനി നമുക്ക് മൊണാലിസയെ കുറിച്ചൊന്ന് പറയാം. ദ മൊണാലിസ. ദ മൊണാലിസ ഈസ് എ ഫേമസ് പെയിന്റിംഗ് ഓഫ് ദ റെനൈസൻസ് പീരീഡ്. നവോത്ഥാന കാലഘട്ടത്തിലുള്ള മികച്ച ഒരു ചിത്രമായിരുന്നു മൊണാലിസ. ദ മിസ്റ്റീരിയസ് സ്മൈൽ ഓഫ് മൊണാലിസ ഹാസ് ലെഡ് ടു മച്ച് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ്. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി അന്ന് ഒരുപാട് ചർച്ചകൾക്കും വാദങ്ങൾക്കും ഒക്കെ ഇടയായി. ലിയനാർഡോ ഡാവിഞ്ചി, വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ഓഫ് റെനൈസൻസ് പീരീഡ്. നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു ചിത്രകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. ഇദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു മൊണാലിസ. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി അന്നത്തെ കാലത്ത് ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിച്ചു. ഇൻ ബിറ്റ്വീൻ AD 1503 ആൻഡ് AD 1505, 1503 1505 ഇടയിലാണ് ഈ ചിത്രം അദ്ദേഹം വരച്ചു പൂർത്തിയാക്കിയത്. ഇറ്റ് ഈസ് പ്രിസർവ് ഇൻ ദ പാരീസ് മ്യൂസിയം. പാരീസ് മ്യൂസിയത്തിലാണ്, അതായത് പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് ഈ പെയിന്റിംഗ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. ഏതാണ്ട് 500 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ പെയിന്റിങ്ങിന്. ഏത് മ്യൂസിയത്തിലാണെന്ന് പറയുമ്പോൾ ലൂവർ മ്യൂസിയം, പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന്റെ നിഗൂഢമായ പുഞ്ചിരി അന്നത്തെ കാലത്ത് ഒരുപാട് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കി. ഇതാണ് മൊണാലിസയുടെ ചിത്രം. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇത് ഒരുപാട് ചിത്രകാരന്മാരും അവരുടെ ചിത്രങ്ങളും ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. നമ്മൾ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വേറൊരു പെയിന്റിംഗ് ആണ് ദ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം, അന്ത്യത്താഴം. ശാന്തമായിരിക്കുന്ന യേശുവിനെയും അദ്ദേഹത്തിന്റെ ചുറ്റുമിരിക്കുന്ന 12, അതായത് സംശയത്തോടെ ഇരിക്കുന്ന 12 ശിഷ്യന്മാരെയും കുറിക്കുന്ന ഒരു ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. ഇത് ലിയനാർഡോ ഡാവിഞ്ചിയുടെ മികച്ച രചനകളിൽ ഒന്നാണ്. അടുത്തത് മൈക്കൽ ആഞ്ചലോയുടെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. ഇത് മാർപ്പാപ്പയുടെ സിസ്റ്റൈൻ ചാപ്പലിൽ ചുവർ ചിത്രമായിട്ട് ലഭിച്ചതാണ് മൈക്കൽ ആഞ്ചലോ ഈ അന്ത്യവിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന ചിത്രം. ഇതിൽ ക്രിസ്തുവിന്റെ 2ാം വരവിൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ന്യായവിധി നടപ്പാക്കുന്നതായിരുന്നു ഇതിന്റെ പ്രമേയം. ഈ ചിത്രം പൂർത്തീകരിക്കാൻ 5 വർഷം എടുത്തു. ഇത് മാർപ്പാപ്പയുടെ സിസ്റ്റൈൻ ചാപ്പലിൽ മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രമാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. അതായത് ക്രിസ്തുവിന്റെ 2ാം വരവിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുടെയും വിധി നിർണ്ണയിക്കുന്ന ഒരു പ്രമേയമായിരുന്നു ഈ ചിത്രം. അടുത്തതായി റാഫേലിന്റെ ദ സ്കൂൾ ഓഫ് ഏതൻസ്. ഇത് ഗ്രീക്ക് തത്വചിന്തയെ ഒരൊറ്റ ചിത്രത്തിലാക്കിയ ഒരു വിസ്മയമായിരുന്നു ദ സ്കൂൾ ഓഫ് ഏതൻസ്. അദ്ദേഹത്തിന്റെ തന്നെ മികച്ച മറ്റൊരു കൃതിയാണ് ഡെസ്പ്യൂട്ട. നമ്മൾ നവോത്ഥാന കാലത്തെ ചിത്രകാരന്മാരും അവരുടെ രചനകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. മൊണാലിസയെ കുറിച്ച് പറഞ്ഞു. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഫേമസ് പെയിന്റിംഗ് ആണ് മൊണാലിസ. ഇത് ഏതാണ്ട് 500-ലധികം വർഷം പഴക്കമുണ്ട്. ഇതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ലൂവർ മ്യൂസിയത്തിലാണ്, പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മറ്റൊരു രചനയാണ് ദ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം, അന്ത്യത്താഴം. യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ ചുറ്റും ചിന്തയോടെ ആശങ്കയോടെ ഇരിക്കുന്ന 12 ശിഷ്യന്മാരുമാണ് ഇതിന്റെ പ്രമേയം. അടുത്തതായി മൈക്കൽ ആഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. ഇത് വത്തിക്കാനിൽ, അതായത് പോപ്പിന്റെ സിസ്റ്റൈൻ ചാപ്പലില് കൊടുത്തിരിക്കുന്ന ഒരു ചുമർ ചിത്രമാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. 5 വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. പിന്നീട് വന്നത് റാഫേലിന്റെ ദ സ്കൂൾ ഓഫ് ഏതൻസ്. അതേപോലെ തന്നെ റാഫേലിന്റെ മറ്റൊരു മികച്ച രചനയാണ് ഡിസ്പ്യൂട്ട. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ചിത്രകലയെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് ചിത്രകലയിൽ മാത്രമല്ല അന്ന് മുന്നേറ്റം ഉണ്ടായത്, ശില്പകലയിലും വാസ്തുവിദ്യയിലും ഒക്കെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ദ ലോറൻസോ ഗിബർട്ടിയുടെ ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി, അതായത് ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വാതിൽ. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിൽ ലോറൻസോ ഗിബർട്ടി രചിച്ച കലാരൂപമാണ് ഈ ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. അതായത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും കാര്യങ്ങൾ വാതിലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്, അതായത് കൊത്തുപണി ചെയ്തിരിക്കുന്നതാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. അതായത് പുതിയ നിയമം, അതായത് അന്നത്തെ ബൈബിളിലെ പുതിയ നിയമത്തെയും പഴയ നിയമത്തിലെയും കാര്യങ്ങൾ അദ്ദേഹം കലാരൂപം നൽകി. അത് കഴിഞ്ഞുള്ളത് ഡൊനാറ്റലോയുടെ ഗത്താമെലീറ്റ ആണ്. അതൊരു അശ്വാരൂഢ രൂപമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം, ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ശില്പമാണ്, അശ്വാരൂഢ രൂപമാണ് ഗത്താമെലീറ്റ. ഇത് ഡൊനാറ്റലോയുടെ ആയിരുന്നു ഗത്താമെലീറ്റ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നവോത്ഥാന കാലം സാഹിത്യത്തെ കുറിച്ചാണ് പഠിച്ചത്. നവോത്ഥാനത്തിന്റെ പിതാവെന്ന് പറഞ്ഞത് പെട്രാർക്കിനെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മികച്ച സൃഷ്ടികളിൽ ഒന്നാണ് ദ സീക്രട്ടം. അതേപോലെ പിന്നെ നമ്മൾ ദാന്റെയെ കുറിച്ച് പഠിച്ചു, ദാന്റെയുടെ ഡിവൈൻ കോമഡിയെ കുറിച്ച് പഠിച്ചു. ഇറ്റാലിയൻ നവോത്ഥാനത്തിന്
ഇറ്റാലിയൻ നവോത്ഥാനത്തിന്റെ പിതാവായിരുന്നു. അതായത് ഇറ്റാലിയൻ നവോത്ഥാനം ആരംഭിച്ചത് ദാന്റെയുടെ കാലത്താണ്. ദാന്റെയുടെ ഡിവൈൻ കോമഡി ഒരുപാട് വിപ്ലവങ്ങൾക്ക് കാരണമായ ഒരു കൃതിയായിരുന്നു. അതിൽ തന്നെ അദ്ദേഹം അന്നത്തെ കാലത്തെ രാഷ്ട്രീയം, അതേപോലെ സൗന്ദര്യം, ഇതൊക്കെ പ്രതിപാദിച്ചിരുന്നു. ഇതൊക്കെ അന്ന് വിപ്ലവത്തിന് കാരണമായി. പിന്നീട് നമ്മൾ സെർവാന്തസിന്റെ ഡോൺ ക്വിക്സോട്ടാണ് നമ്മൾ നോക്കിയിരുന്നത്. അതെന്തായിരുന്നു? അത് അന്നത്തെ കാലഘട്ടത്തിലെ യോദ്ധാക്കളുടെ സാഹസങ്ങളെ കുറിച്ചൊക്കെ അപഹസിക്കുന്ന രീതിയിൽ നടത്തിയൊരു രചനയായിരുന്നു സെർവാന്തസിന്റെ ഡോൺ ക്വിക്സോട്ട്. പിന്നീട് നമ്മൾ പറഞ്ഞ എറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, വിഡ്ഢിത്തത്തിന്റെ സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം. അന്നത്തെ പള്ളിയെയും പോപ്പിനെയും ഒക്കെ അപഹസിച്ച് എഴുതിയ ഒരു കൃതിയായിരുന്നു എറാസ്മസിന്റെ ദ പ്രൈസ് ഓഫ് ഫോളി. പിന്നീട് നമ്മൾ ബൊക്കാച്ചിയോയുടെ ദ ഡെക്കാമറോൺ പഠിച്ചു. അതെന്ന് പറഞ്ഞാൽ അന്നത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരെ എഴുതിയ ഒരു കൃതിയായിരുന്നു ബൊക്കാച്ചിയോയുടെ ദ ഡെക്കാമറോൺ. അന്നത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭരണരീതികൾക്ക് എതിരായിട്ട് എഴുതിയ ഒരു കൃതിയായിരുന്നു ബൊക്കാച്ചിയോയുടെ ദ ഡെക്കാമറോൺ. പിന്നീട് നമ്മൾ ആർട്സ്, നവോത്ഥാനം കലയിലൂടെയാണ് പഠിച്ചത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ചിത്രമായിരുന്നു മൊണാലിസ. ഇത് 1503 1505 ഇടയിൽ അദ്ദേഹം വരച്ച ഒരു ചിത്രമായിരുന്നു മൊണാലിസ. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി അന്ന് ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി. പിന്നീട് അതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് സപ്പർ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ തന്നെ അന്ത്യത്താഴം പഠിച്ചു. അന്ത്യത്താഴത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതെന്തോയിരുന്നു? ശാന്തമായിരിക്കുന്ന യേശുവിനെയും അദ്ദേഹത്തിന്റെ ചുറ്റും ആശങ്കയോടെ ഇരിക്കുന്ന 12 ശിഷ്യന്മാരെയും വരച്ചതായിരുന്നു. അത് ലിയനാർഡോ ഡാവിഞ്ചി വരച്ചു ചേർത്തായിരുന്നു ദ ലാസ്റ്റ് സപ്പർ, അന്ത്യത്താഴം. പിന്നീട് മൈക്കൽ ആഞ്ചലോയുടെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. ഈ ചിത്രം പൂർത്തീകരിക്കാൻ 5 വർഷം എടുത്തു. ഇത് മാർപ്പാപ്പയുടെ ആസ്ഥാനമായ സിസ്റ്റൈൻ ചാപ്പലിൽ വരച്ച ഒരു ചുമർ ചിത്രമാണ്. അതായത് മൈക്കൽ ആഞ്ചലോ മാർപ്പാപ്പയുടെ ആസ്ഥാനമായ സിസ്റ്റൈൻ ചാപ്പലിൽ വരച്ചതായിരുന്നു അന്ത്യവിധി. ഈ ചിത്രം പൂർത്തീകരിക്കാൻ 5 വർഷം എടുത്തു. ക്രിസ്തുവിന്റെ വരവിൽ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുടെയും ന്യായം വിധിക്കുന്നതായിരുന്നു ഇതിന്റെ പ്രമേയം. അതേപോലെ തന്നെ പിന്നെ റാഫേലിന്റെ ദ സ്കൂൾ ഓഫ് ഏതൻസ് നമ്മൾ നോക്കി. ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെയും അതേപോലെ തത്വചിന്തയുടെയും മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ചിത്രമായിരുന്നു റാഫേലിന്റെ ദ സ്കൂൾ ഓഫ് ഏതൻസ്. ഡിസ്പ്യൂട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം. പിന്നീട് നമ്മൾ വന്നത് ചിത്രകലയിൽ മാത്രമല്ല മറ്റ് കലാരൂപങ്ങൾക്കും അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്നു. വാസ്തുവിദ്യയും ശില്പവിദ്യയ്ക്കും ഒക്കെ അന്ന് ഒരുപാട് മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് ലോറൻസോ ഗിബർട്ടിയുടെ ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റ്, അതായത് ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ. അതില് പുതിയ നിയമത്തെക്കുറിച്ചും ബൈബിളിലെ പുതിയ നിയമത്തെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. പിന്നീട് വന്നത് ഡൊണാറ്റെല്ലോയുടെ ഗട്ടാ മെലീത്ത, അതൊരു അശ്വാരൂഢ രൂപമായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.